നമസ്കാരം. ഇന്നത്തെ സായാഹ്ന വാർത്തകളുമായി ഷാജി കടക്കൽ. അവൾക്കൊപ്പം നിന്നവർക്ക് നിരാശ, അവനൊപ്പം നിന്നവർക്ക് ആവേശം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനിയടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ ഈ മാസം 12 വിധിക്കും. നിലവിൽ ജാമ്യത്തിലുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്യും. ജാമ്യം റദ്ദാക്കും. ഇവരെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളായി ആണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കിയ കേസിൽ വിധി പറഞ്ഞത്. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടെ വിധി പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ പറഞ്ഞു. കേസിലെ 7, 8, 9, 10 പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നാണ് കോടതി വിധിയിൽ പറഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രി പി രാജീവ് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരെന്നും അദ്ദേഹം അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ വന്ന കോടതി വിധി തൃപ്തികരമല്ലെന്നും കേസ് അന്വേഷിച്ച പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഗുരുതരമായ വീഴ്ചയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം PT തോമസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് കേസിൽ ഇങ്ങനെയൊരു വിധിയെങ്കിലും ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് ആശ്വാസമാണെന്നും PT തോമസിനെ ഈ നിമിഷം പ്രത്യേകം ഓർക്കുന്നുവെന്നും അദ്ദേഹത്തിന് ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ കേസ് തന്നെ ഇല്ലാതായി പോയേനെ എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചനയ്ക്കെതിരെ ആയിരുന്നുവെന്ന് കോടതിയിൽ നിന്നിറങ്ങിയ ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാം തുടങ്ങിയ അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമെന്നും ദിലീപ് പറഞ്ഞു. ജയിലിൽ പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് ഒരു കള്ളക്കഥ മെനഞ്ഞു. ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പോലീസിന് കൂട്ടുനിന്ന് ആ കള്ളക്കഥ കോടതിയിൽ തകർന്നു വീണു. തന്നെ പ്രതിയാക്കാനാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നത്. തൻ്റെ ജീവിതം, കരിയർ അങ്ങനെയെല്ലാം തകർത്തെന്ന് ദിലീപ് പറഞ്ഞു. അതേസമയം തന്നെ പിന്തുണച്ചവർക്ക് തനിക്ക് വേണ്ടി കോടതി മുറിക്കിൽ വാദിച്ച അഭിഭാഷകർക്കും നന്ദി അറിയിക്കുന്നതായും ദിലീപ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനായതോടെ ആഹ്ലാദ പ്രകടനം നടത്തി ആരാധകർ. കോടതി വളപ്പിലും ദിലീപിന്റെ വീടിന് മുന്നിലും ലഡു വിതരണം നടത്തുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. ദിലീപിന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചു. കോടതി മുറിക്കിൽ അഭിഭാഷകർ ദിലീപിനെ കെട്ടിപ്പിടിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കൂടാതെ വെറുതെ വിട്ടത് 3 പ്രതികളെ കൂടി. കേസിൽ ദിലീപിനടക്കം 4 പേരെ വെറുതെ വിടുകയും 6 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. മൊത്തം 10 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. 7ാം പ്രതി ചാർലി തോമസ്, 8ാം പ്രതി ദിലീപ്, 9ാം പ്രതി സനിൽകുമാർ, 10ാം പ്രതി ശരത് ജി നായർ എന്നിവരാണ് കുറ്റവിമുക്തരായത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തിയതിന് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരെന്നും നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും CPM നിലപാടെന്നും ഗൂഢാലോചന തെളിയിക്കപ്പെടണമെന്നാണ് കേരള സമൂഹം ആഗ്രഹിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള കോടതി വിധിയിൽ പ്രതികരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സർക്കാർ അന്നും ഇന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും വിധി വിശദമായി പഠിച്ച ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോടതി വിധി പരിശോധിച്ച് സർക്കാർ കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ട സംഭവത്തിൽ പ്രതികരിച്ച സാരാ സംഘടനയായ അമ്മ ഫേസ്ബുക്കിലാണ് പ്രതികരണം. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെയെന്ന് അമ്മ കോടതിയെ ബഹുമാനിക്കുന്നുവെന്നുമാണ് പ്രതികരിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കോടതിയിൽ നിന്നുണ്ടായത് എന്ത് നീതിയെന്ന് നടി പാർവതി തിരുവോത്ത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണെന്നും പാർവതി തിരുവോത്ത് പറഞ്ഞു. നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്ന താരസംഘടന അമ്മയുടെ പോസ്റ്റിന് പിന്നാലെയാണ് പാർവതി തിരുവോത്തിൻ്റെ പ്രതികരണം. സത്യമേവ ജയതേ, സത്യം ജയിക്കും. എല്ലായ്പ്പോഴും ഇത് കുറേ സിനിമാക്കാരും പോലീസുകാരും ഉൾപ്പെടെ ഒരാൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനയായിരുന്നുവെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ. ദിലീപിനെ ജയിലിൽ പോയി കണ്ടപ്പോഴും താനിത് പറഞ്ഞതാണെന്നും ഇതിനൊക്കെ ആര് ഉത്തരം പറയുമെന്നും സുരേഷ് കുമാർ ചോദിച്ചു. അദ്ദേഹം അഗ്നിയെ ശുദ്ധി വരുത്തി പുറത്ത് വന്നിരിക്കുകയാണ് ഇപ്പോഴെന്നും സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് പിന്നാലെ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരണം. രാഹുലിന്റെ ഭാര്യ ദീപയാണ് രാഹുൽ ഈശ്വറിന് പകരം പോസ്റ്റ് പങ്കുവച്ചത്. സത്യമേവ ജയതേ എന്ന കുറിപ്പോടെ ദിലീപും രാഹുലും ഈശ്വറുമൊത്തുള്ള ഫോട്ടോ പങ്കുവച്ചാണ് പ്രതികരണം. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുമ്പോൾ കേസിൽ 8ാം പ്രതിയായ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകൾ താനുണ്ടാകുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നതിന് പിന്നാലെ പ്രതികരണവുമായി റിമ കല്ലിങ്കൽ. മുൻപ് ഒരു വേദിയിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാട് അറിയിച്ചുകൊണ്ട്
താൻ ഉയർത്തിയ അവൾക്കൊപ്പം എന്ന് എഴുതിയ ബാനറിൻ്റെ ചിത്രമാണ് റിമ കല്ലിങ്കൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. എപ്പോഴും മുൻപത്തേലും ശക്തമായി ഇപ്പോൾ എന്നും ചിത്രത്തിനൊപ്പം കുറിച്ചിട്ടുണ്ട് റിമ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയെ നടൻ ദിലീപിനെ വെറുതെ വിട്ട സംഭവത്തിൽ പ്രതികരണവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മരണം വരെ അവൾക്ക് ഒപ്പമാണ്. അതിജീവിത നീതി നിഷേധത്തിൻ്റെ ഷോക്കിലാണെന്നും താരസംഘടന അമ്മ ഈ വിധി ആഘോഷിക്കുമെന്നും വരും ദിവസങ്ങൾ അത് കാണാമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയെ നടൻ ദിലീപിനെ വെറുതെ വിട്ട സംഭവത്തിൽ പ്രതികരണമായി സമൂഹ പ്രവർത്തകയായ കെ അജിത വിധി നീതി നിഷേധമാണെന്നും മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചില്ലെന്നും കെ അജിത പറഞ്ഞു. ദിലീപ് ജയിലിൽ കിടന്ന് തന്നെ വലിയ കാര്യം, മേൽക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. പ്രോസിക്യൂഷൻ ശക്തമായി ഇടപെട്ടു. പോലീസിന് അന്വേഷണവും തൃപ്തികരമായിരുന്നുവെന്നും കെ അജിത കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടലിനെതിരെ 2ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകി. രക്ഷപ്പെടാൻ കരഞ്ഞ് കാൽപിടിച്ചും ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി. പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി വീണ്ടും വിളിച്ചെന്നും പേടി കാരണമാണ് ഇത്രയും നാൾ പുറത്ത് പറയായിരുന്നെന്നുമാണ് പരാതിക്കാരുടെ മൊഴി. SP പൂങ്കുഴലിയാണ് മൊഴി രേഖപ്പെടുത്തി. 2ാമത്തെ കേസിൽ രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ നാളെ വിധി എഴുതും. ഇന്ന് രാവിലെ 9 മണി മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങി. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകൾ ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളായി 11,160 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടത്തുക. ആതിരപ്പള്ളി പീലാർമൊഴി കുടിവെള്ള ടാങ്കിന് സമീപത്ത് വെച്ച് 74-കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. തെക്കൂടൻ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ചായ കുടിക്കാൻ വീട്ടിൽ നിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. തുമ്പിക്കൈയില്ലാതെ കുട്ടിയാനയ്ക്കൊപ്പം എത്തിയ കൂട്ടമാണ് ആക്രമിച്ചത്. ഏറെ നാളായി പ്രദേശത്ത് രൂക്ഷമായ കാട്ടാന ശല്യമെന്നാണ് വിവരങ്ങൾ. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ടത്രി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഫലാര വനമേഖല ഞായറാഴ്ച നടത്തിയ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ നീക്കത്തിൽ തീവ്രവാദികളുടെ ഒളിത്താവളം കണ്ടെത്തി. ലോക്സഭയിൽ ഇന്ന് വന്ദേഭാരതിൻ്റെ 150ാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായി പ്രത്യേക ചർച്ച. 10 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചൊവ്വാഴ്ച വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ലോക്സഭയിൽ ചർച്ച നടക്കും. ഇരു ചർച്ചകളിലും സഹകരിക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തമിഴ്നാട്ടിലെ തർമ്മൂരിൽ നടൻ വിജയയുടെ TVK പാർട്ടി നടത്തിയ പ്രതിഷേധത്തിന്റെ പോലീസുകാരൻ്റെ കടിച്ചു പരിക്കേൽക്കാൻ ശ്രമം. തമിഴ്നാട് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ നഗര ജലവിതരണ മന്ത്രിയും DMK നേതാവുമായ KN നെഹ്റുവിൻ്റെ 1,020 കോടി രൂപയുടെ അഴിമതിയെന്ന് ED ആരോപണം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.